കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർ അല്ലെങ്കിൽ യൂട്യൂബ് പ്രേക്ഷകർ കണ്ട വാർത്ത സിന്ധുവിൻ്റെ സഹോദരിയുടെ മകൾ എന്ന രീതിയിൽ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതയായ തൻവിയുടെ മകളുടെ നൂലുകെട്ട് ചടങ്ങാണ്. ആ കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന സിന്ധുവിൻ്റെ കുടുംബം ഈ നൂലുകെട്ട് ചടങ്ങിന് എത്താത്തതും വലിയ വാർത്തയായി തന്നെ മാറിയിട്ടുണ്ട്. പ്രേക്ഷകരും വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് എന്നതുകൂടി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഓരോ വാർത്തയെപ്പറ്റിയും സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴിതാ അധികം ആരുമില്ലാത്ത ഒരു ചെറിയ ചടങ്ങിലൂടെ തൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ഗംഭീരമാക്കിയിരിക്കുകയാണ് തൻവി. എന്നാൽ പ്രേക്ഷകർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. യാതൊരുവിധ ആഡംബരവുമില്ലാതെ തൻവി എത്ര മനോഹരമായിട്ടാണ് തൻ്റെ കുഞ്ഞിൻ്റെ ചടങ്ങ് നടത്തിയത്. ഇങ്ങനെ ആയിരിക്കണം ഒരു ചടങ്ങ് നടത്തേണ്ടത്. അല്ലാതെ അവരെ പോലെ അപ്പൂപ്പൻ്റെ മരണാനന്തര ചടങ്ങ് പോലും ഗംഭീരമായി ഓപേതമരയിൽ ആഘോഷിക്കുന്നത് പോലെ അല്ല ചെയ്യേണ്ടതെന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ അവരെ വിളിച്ചിരുന്നോ, അവർ മനഃപൂർവ്വം വരാത്തതാണോ എന്ന് ചോദിച്ചെത്തുന്ന മറ്റു കൂട്ടർ. ഇത്തരത്തിലാണ് ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്, ഏറ്റെടുക്കുന്നത് എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം. ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരും ഇത് വളരെ നന്നായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തൻവിയുടെ ആഘോഷം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. വളരെയധികം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇത് വൈറലാക്കിയിരിക്കുന്നത്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം തന്നെ വൈറലാകുന്ന വാർത്തയെ ഇതിനെ മാറ്റുകയും ചെയ്യുന്നു. തൻവിയോടുള്ള സ്നേഹം എല്ലാവരും ഇത്തരത്തിൽ അറിയിക്കുന്നുണ്ട്. തൻവിയെ നമുക്കെല്ലാവർക്കും പരിചയം ദിയയിലൂടെയാണ്. എന്നാൽ ദിയ പോലും ചടങ്ങിന് എത്തിയില്ല. അതിനർത്ഥം ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ആരും തന്നെ ഈ ഒരു കുടുംബവുമായി മിണ്ടുന്നില്ല എന്നും സിന്ധു കൃഷ്ണയുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ തൻവിയെടുത്ത് സംസാരിച്ചിട്ടില്ല എന്നുമാണ്. അശ്വിനും ദിയയും തൻവിയെ കുറേയധികം നാളുകൾ വരെയും ഫോളോ ചെയ്യുകയും അഹാനയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷവും സംസാരിക്കുകയും ചെയ്തതായി എല്ലാവരും അറിഞ്ഞിരുന്നു. എന്നാൽ അതിനൊക്കെ ശേഷവും ദിയയും അശ്വിനും പിന്നീട് തൻവിയോട് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൻവിയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഈ കുടുംബം. എന്നാൽ ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇങ്ങനെ അധികം ആഡംബരമില്ലാതെ ആരോരുമില്ലാതെ നടത്തേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നും എല്ലാവരും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.